പീലിയോടൊത്ത കാർക്കൂന്തലും കെട്ടി പാലദേശത്തിലകമതും തൊട്ട് ബാലചന്ദ്ര സമാനമുഖപ്രഭ കണഗേണം. പീലിയോടൊത്ത കാർക്കൂന്തലും കെട്ടി പീലിയോടൊത്തു കാർക്കൂന്തലും കെട്ടി ഫാലദേശത്തിലകമതും തൊട്ട് ബാലചന്ദ്ര സമാനമുഖപ്രഭ കണഗേണം. ആരണീമലർ പാലയ്ക്കമോതിരം ബാലകർക്കിണങ്ങുന്ന പുലിനഖം ചേലോടായവ ചാർത്തിട്ടു കാണണം ഭഗവാനെ. ആരണീമലർ പാലയ്ക്കമോതിരം ബാലകർക്കിണങ്ങുന്ന പുലിനഖം ചേലോടായവ ചാർത്തിട്ടു കാണണം ഭഗവാനെ. നീലക്കാർമുകിൽ വർണ്ണ ജനാർദ്ദന നീലക്കാർമുകിൽ വർണ്ണ ജനാർദ്ദന ബാലഗോവിന്ദ വാസുദേവ കൃഷ്ണ മാലകറ്റണെ ഗോവിന്ദ മാധവ വാസുദേവ. നീലക്കാർമുകിൽ വർണ്ണ ജനാർദ്ദന ബാലഗോവിന്ദ വാസുദേവ കൃഷ്ണ മാലകറ്റണെ ഗോവിന്ദ മാധവ വാസുദേവ. കയ്യിൽ നല്ല മുരളി ചെറുകോലും മെയ്യഴകാർന്ന പീതാംബരപട്ടും കെട്ടി നന്നായുടുത്തുടൻ കാണണം വാസുദേവ. കയ്യിൽ നല്ല മുരളി ചെറുകോലും മെയ്യഴകാർന്ന പീതാംബരപട്ടും കെട്ടി നന്നായുടുത്തുടൻ കാണണം വാസുദേവ. ഭക്തനായ കുചേലനു വേണ്ടവ ഒക്കെയും ഭക്തനായ കുചേലൻ നീലക്കാർമുകിൽ വർണ്ണ ജനാർദ്ദന ബാല ഗോവിന്ദ വാസുദേവ കൃഷ്ണ മാലകറ്റണെ ഗോവിന്ദ മാധവ വാസു. നീലക്കാർമുകിൽ വർണ്ണ ജനാർദ്ദന എത്ര 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 മഹാന്മാര് ഭഗവാന്റെ ലീലകൾ ആടി ആടി പാടി പാടി പാടാൻ വയ്യാതെ ആടാൻ വയ്യാതെ നിശ്ചലരായി
ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത ആനന്ദത്തെ ആവാഹിച്ചും കൊണ്ട് ജീവിതത്തെ സാർത്ഥകമാക്കിയ പുണ്യാത്മാക്കൾ, കോടാനുകോടി പുണ്യാത്മാക്കൾ അവരുടെ പാദധൂളി കൊണ്ട് പവിത്രമാക്കി തീർത്തത്. യുഗം തോറും ഇനി എത്ര യുഗങ്ങളുണ്ടെങ്കിൽ ആ യുഗങ്ങളിൽ മുഴുവൻ ഈ ഭൂമിക്ക് പവിത്രത നിലനിൽക്കട്ടെ എന്ന് ചിന്തിച്ചിട്ടായിക്കൊള്ളുന്നില്ല. അവരറിയാണ്ട് അവരുടെ പാദധൂളികളാൽ ഈ ഭാരതഭൂമി, ഈ ഭാരതഖണ്ഡം അത് പവിത്രമായി തുടരുന്നു. എന്തുകൊണ്ട്? ഈ ഒരു വികാരം, ആ ഭഗവാന്റെ അത്യത്ഭുത ലീലകൾ ആ ഹൃദയത്തിൽ അങ്ങനെ ഓടിക്കളിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദത്തിൻ്റെ വികാരം, ആനന്ദത്തിൻ്റെ മഹത്വം പണ്ഡിതന്മാർ ചിലപ്പോൾ തിരിച്ചറിയില്ല. മേൽപ്പത്തൂർ ഭട്ടതിരി 8 വയസ്സിൽ മഹാപണ്ഡിതനായതുകൊണ്ട് കുറച്ചു കാലം തിരിച്ചറിഞ്ഞില്ല. ഗുരുവായൂരപ്പന് ദേഷ്യം വന്നു, കൊട്ടുത്തു വാതരോഗം. തിരിച്ചറിഞ്ഞു. പാവന ഗുരു പവന പൂരാധീശം ആശ്രയേ, ഗുരു പവന പൂരാധീശം ആശ്രയേ. ഗുരുവായൂരപ്പനെ ആശ്രയിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്. നിവൃത്തികേടുകൊണ്ടാണ് തൃക്കണ്ടിയൂരിന്ന് ഓടി ഗുരുവായൂരെത്തിയേച്ചാലും ഗുരുവായൂരെത്തിയ അന്ന് തന്നെ ഒരു കാഴ്ച അങ്ങോട്ട് കാണിച്ചു കൊടുത്തു ഗുരുവായൂരപ്പൻ. സാന്ദ്രാനന്ദ അവബോധാത്മകനായ ഭഗവാനെ കണ്ടപ്പോൾ ഉറപ്പിച്ചു, കി മുക്തൈർ ഭൂയോഭി തവഹി കരുണായാവതുദിയാദഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിത പുര ക്ലിപ്പതേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നതി നിഷേവാ വിരചയൻ എന്നങ്ങോട്ട് ഉറപ്പിച്ചു കൊടുത്തു ഭട്ടതിരിക്ക് ഗുരുവായൂരപ്പൻ. എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും വേണമെന്ന് തോന്നില്ല. അതാണ് കൃഷ്ണാവതാര മഹിമ. ആ കൃഷ്ണാവതാര മഹിമയുടെ വൈഭവം എത്രയെത്ര മഹാന്മാർ ആ രൂപം കണ്ട് കൃഷ്ണൻ്റെ രൂപത്തിൻ്റെ മഹത്വത്തിൽ ആകൃഷ്ടരായി. അത് ആകർഷണത്തിൻ്റെ കഥയാണ്. ഇപ്പോൾ ആകർഷണത്തിൻ്റെ കഥ. ലോകായ ജാനുഗ്രഹം ആകർഷണം കൊണ്ട് മാത്രമല്ല വികർഷണം കൊണ്ടും കൂടി ഉണ്ടാവുമെന്ന് കാണിച്ചു തരണ കഥയാണ് നരസിംഹാവതാര കഥ. സാക്ഷാൽ ലക്ഷ്മീദേവി അടക്കം പേടിച്ച് ഓടിപ്പോയ കഥ. രൂപം കണ്ടിട്ട് പേടിക്കാത്ത അത്രയും നിർവൃതിയുള്ള രണ്ടാൾ കൃഷ്ണനെ കണ്ട് പേടിച്ചു എന്ന് പറയാൻ ആരുമില്ല എന്ന് തന്നെ പറയാം. പൂതനെ അടക്കം ദേഷ്യം കൊണ്ട് വന്നിട്ട് ആകർഷ്ടയായതാണ്. കരിഷതീതി കൃഷ്ണ എന്നാണ് കൃഷ്ണാവതാരത്തിൻ്റെ മഹത്വം. അതാ സകലത്തിനെയും തന്നിലേക്ക് അങ്ങോട്ട് ആകർഷിക്കും. ശത്രുക്കളെ പോലും അങ്ങോട്ട് ആകർഷിച്ചങ്ങോട്ട് ചെല്ലും, അങ്ങോട്ട് അടുത്തേക്ക്. അവരങ്ങനെ ആ ശരീരത്തിൽ അല്ലെങ്കിൽ ആ ആത്മാവിൽ അങ്ങോട്ട് ചെന്ന് ചേരും. കൃഷ്ണൻ്റെ കഥകളിൽ എത്ര മഹാന്മാർ, പൂതന, ശകടാസുരൻ, തൃണാവർത്തൻ, അഘാസുരൻ, ബകാസുരൻ, എത്ര ആൾക്കാർ ഭഗവാനിലേക്ക് അങ്ങോട്ട് ചെന്ന് ചേരും. അവർ പോലും അറിയാണ്ട് അങ്ങോട്ട് ചേരുന്നു. അതാണ് ആകർഷണ ശക്തി. ലോകായ അനുഗ്രഹം, ലോകത്തിന് വേണ്ടി അനുഗ്രഹം ഈ ആകർഷണം കൊണ്ട് മാത്രമല്ല, അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും ഒരുപോലെ നിൽക്കുന്ന ആളാണ് ഞാനെന്ന് മനസ്സിലാക്കിക്കോളും. അണോരണീയാനാണ്, മഹതോ മഹീയാനാണ് ഞാൻ. എല്ലാറ്റിലും ഞാനുണ്ട്. ആകർഷണത്തിലല്ല വികർഷണത്തിലും ഞാനുണ്ട്. ആ ഒരു അദ്വൈത ഭാവത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് ഭാഗവതം. ആ ഭാഗവതത്തിൻ്റെ ചുരുക്കമായിട്ടുള്ള നാരായണീയത്തിൽ 2 ദശകം കൊണ്ട് വികർഷിച്ചിട്ട് സകലരെയും പേടിപ്പിച്ചു വന്ന അവതാര കഥ. ശ്രീതാപനീയാഭിതശ്രുത്യന്തസ്ഫുടഗീത സർവമഹിമൻ, സർവമഹിമയും അതിൽ ഒതുങ്ങിക്കിടക്കുന്നുണ്ട്. ഏതിലെ എല്ലാവരെയും പേടിപ്പിക്കുമ്പോഴും അതിലെന്താ ആ ഭഗവാന്റെ അത്യത്ഭുതമായ മഹിമ ആകർഷിക്കണേലുണ്ട്. അത് നമുക്ക് പറയാനില്ല. കൃഷ്ണകഥകൾ കേൾക്കണോ ചോദിച്ചു കഴിഞ്ഞാൽ വായും പൊളിച്ചിരിക്കും. ആ കൃഷ്ണകഥകൾ മാത്രം മതി, അതിൻ്റെ മാധുര്യം. തായേ യശോദ എത്ര മനോഹരമായിട്ടാണ് കവികൾ പാടുക.
കൃഷ്ണൻ്റെ കഥകൾ ഒന്നല്ല, അനവധി. അത് ബാലലീലകൾ മുതൽ വൃന്ദാവന ലീലകളും മധുരാലീലകളും ദ്വാരകാലീലകളും ഒക്കെ മാറി മാറി ആസ്വദിക്കാൻ ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല. എന്നാൽ കർത്തും അകർത്തും അന്യഥാകർത്തും ശക്യനായിട്ടുള്ള സകലരെയും പേടിപ്പിച്ചുകൊണ്ട് സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആഘൂർണജഗദണ്ഡകുണ്ടകുഹരോ ഘോരസ്തവാഭൂദ്രവ. ആ ഒരു രവം അത് പറയാണ്ടോ. അപ്പം മുതൽ ലോകം കിട്ടുകിട്ടാ വിറച്ചു. ഈ കിട്ടുകിട്ടാ വിറയ്ക്കുമ്പോഴും ഭഗവാന്റെ ആ കാരുണ്യം, ലോകാനുഗ്രഹത്തിനാണ് ആ അവതാരം. അതെങ്ങനെ ഇങ്ങനെ എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ട് ലോകാനുഗ്രഹമാണ്. പേടിപ്പിക്കണത് സംസാരത്തെയാണ് നമ്മളെ പേടിപ്പിക്കണത്. ത്രസ്തോസ്മ്യഹം കൃപണ വത്സല. പ്രഹ്ലാദൻ പറയണില്ലേ, ഞാൻ പേടിക്കണോ ഭഗവാനെ? എന്താ ഇക്കണ്ട ബ്രഹ്മാദികളൊക്കെ അങ്ങയുടെ ഈ രൂപം കേട്ടിട്ടും അട്ടഹാസം കേട്ടിട്ടുമാണ് പേടിച്ചത്. എന്നാൽ ഞാൻ പേടിക്കണത് അതൊന്നുമല്ല. എന്താ ഞാൻ പേടിക്കണത്? ഈ സംസാര ദുഃഖമാണ്. ഭർത്താവ്, ഭാര്യ, കുട്ടികൾ, വീട്, നാട്, കുടുംബം, സമൃദ്ധി, ആപത്ത്, സമ്പത്ത്, സുഖം, ദുഃഖം, ഈ പ്രാപഞ്ചികമായ സുഖം ദുഃഖം, ഇതിലാണ് ഞാൻ പേടിക്കണത് എന്ന് പ്രഹ്ലാദൻ പറയുന്നു. അല്ലാണ്ട് അങ്ങയുടെ ഈ രൂപത്തിൽ ഞാൻ പേടിക്കണില്ല, അങ്ങയുടെ ഈ അട്ടഹാസം കേട്ടിട്ട് ഞാൻ പേടിക്കണില്ല, അങ്ങയുടെ ഈ പരാക്രമം കണ്ടിട്ട് ഞാൻ പേടിക്കണില്ല. സമുദ്രങ്ങൾ മുഴുവൻ തിരകേറി ഭൂമിയെ മുഴുവൻ വെള്ളത്തിൽ മുക്കുമ്പോൾ എനിക്ക് പേടിയാവണില്ല. പർവ്വതങ്ങൾ തലകീഴായി മറിയുമ്പോൾ എനിക്ക് പേടിയാവണില്ല. ആലോചിച്ച് നോക്കൂ, ഈ സംസാര ദുഃഖത്തിന്ന് പേടി, അതാണ് ഉണ്ടാക്കുന്നത്. നരസിംഹമൂർത്തിയുടെ അവതാരത്തിൻ്റെ മഹിമ അതാണ്. ആ ഈ സംസാരത്തിൽ നിന്ന് വിടുതൽ നമുക്കുണ്ടാവുമ്പോൾ, ആ വിടുതലുണ്ടാവുമ്പോൾ അത്യാഹ്ലാദത്തിലേക്ക് നമുക്ക് എത്തും, നമ്മളെ എത്തിയും, നമ്മളറിയാണ്ട് അവിടെ എത്തും. കൃഷ്ണാവതാരം നമ്മളെ വിഷം കഴുത്ത് വിഷം ഇറക്കുക എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ കൃഷ്ണാവതാരം വിഷം ഇറക്കണമെങ്കിൽ വിഷം തന്നെ കുത്തി വയ്ക്കുക എന്നുണ്ടല്ലോ, മുള്ളിനെ മുള്ളോണ്ടെടുക്കുക എന്ന് പറഞ്ഞ പോലെയാണ് കൃഷ്ണാവതാരം. സൂക്ഷ്മമാണത്. കൃഷ്ണാവതാരത്തിലുള്ള ലീലകളൊന്നും അതുപോലെ നമുക്ക് അനുസന്ധാനം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇന്നേ വരെ അതിന് ആർക്കും സാധിച്ചിട്ടില്ല. അതൊന്നും ചിന്തിക്കേണ്ട പരീക്ഷിത്തെ എന്ന് ശുഖബ്രഹ്മർഷി എന്നെ പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരുടെ ചെയ്തികൾ. അപ്പം കൃഷ്ണാവതാരം അങ്ങനെ നമ്മളെ അതിസൂക്ഷ്മമായിട്ട് ഈ സംസാരസാഗരത്തിൽ നിന്ന് കരകയറ്റുന്നതാണെങ്കിൽ, നമ്മളറിയേണ്ട നമ്മളെ കരകയറ്റുന്നതാണ് ലോകായ ജാനുഗ്രഹം വിതരണം ചെയ്ത ഈ നരസിംഹാവതാരത്തിൻ്റെ വൈഭവം. നമ്മളറിയാണ്ട് ഒരു യുക്തിയില്ല. മറ്റതെന്താ, യശോദ ഗർഭിണിയായി, സന്തോഷമായി. അവിടുന്ന് അങ്ങോട്ട് ഒരുങ്ങി ഗോപികമാർ, അവരൊരുങ്ങി ആ കൃഷ്ണനെ കാണാൻ കൊതിച്ചു എന്ന് പറഞ്ഞാൽ, യശോദയ്ക്ക് ഉണ്ണി ഉണ്ടാവണേ, കുട്ടി ഉണ്ടാവണേ, പലരും പലതും മോഹിച്ചിട്ടുണ്ടാവും. ഉണ്ടായത് കുട്ടിയാണെങ്കിലും കണ്ടത് ഉണ്ണിയാണ് അവർ. പിന്നെ ആ ഉണ്ണിയെ അവർ ഹൃദയത്തിൽ അങ്ങോട്ട് പ്രതിഷ്ഠിച്ചത് നോക്കൂ. ഇവിടെ അങ്ങനെ ഒരവസരവും കൊടുത്തിട്ടില്ല നരസിംഹമൂർത്തി. വന്നപ്പോൾ തന്നെ ആ യശോദ ആദ്യത്തെ നോട്ടത്തിൽ പ്രഥമമാപിബന്ധ്യാദൃശ സ്തനഭരം നിജം സപതി പായയന്ത്യാമുദ. അവിടുന്ന് തുടങ്ങിയ ആനന്ദത്തിൻ്റെ അനുഭവമാണെങ്കിൽ, ഈ പ്രകൃതിയിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ ആനന്ദം കിട്ടുന്നുവോ അതൊക്കെ എന്നിൽ നിന്ന്, സച്ചിദാനന്ദമൂർത്തിയായിട്ടുള്ള എന്നിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും എന്ന് കാണിച്ച കൃഷ്ണാവതാരാണെങ്കിൽ, അങ്ങനെ ഒരാനന്ദവും നരസിംഹമൂർത്തി കൊടുത്തിട്ടില്ല. ആ തൂണിലങ്ങിട്ട് വെട്ടിയപ്പം മുതൽ ലോകത്തെ മുഴുവൻ അങ്ങനെ കിടുകിടാ വിറപ്പിച്ച ഒരു അട്ടഹാസം. ആ അട്ടഹാസം കൊണ്ട് എന്താ ഉണ്ടായത്? ആർക്കും ഒന്നും വേണ്ട. അതാണ് ഈ ലോകത്തിൽ ഒന്നും വേണ്ട, എനിക്ക് ആ ഒരു അനുഭൂതി മാത്രം മതി. അതങ്ങോട്ട് തോന്നി, അത് അങ്ങോട്ട് വേണ്ടുവോളം അങ്ങോട്ട് കൊടുത്തു. ബ്രഹ്മാദികൾക്ക് പോലും അത് വേണ്ട രീതിയിൽ അങ്ങോട്ട് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അതാണ് അവരുടെ എന്നും സ്തുതി കേട്ടിട്ട് ഭഗവാന് ശാന്തനാവാതിരുന്നത്.
പിന്നെ ശാന്തനായി പ്രഹ്ലാദൻ്റെ സ്തുതി കേട്ടപ്പോൾ. എന്തുകൊണ്ടാണ്? ആ സ്തുതിയിൽ ഈ പ്രപഞ്ചത്തിൻ്റെ നശ്വരത മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. അച്ഛനെ പിച്ചി ചീന്തി വലിച്ചെറിഞ്ഞപ്പോഴും എൻ്റെ അച്ഛനാണ് എന്നുള്ളൊരു സ്നേഹമോ, എൻ്റെ അച്ഛൻ ഇങ്ങനെ കാട്ടുമ്പോൾ എനിക്കൊരു വിഷമം ആ ഉണ്ണിയുടെ ഉള്ളിൽ ലേശം പോലും ഉണ്ടായില്ല. അതല്ലേ അവസാനം വരം ചോദിച്ചപ്പോൾ എന്ത് വരം, എന്ത് വരം? നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു കച്ചവട ഭക്തിക്കാരല്ലല്ലോ ഭഗവാനെ. പിന്നെയും പ്രേരിപ്പിച്ചു, വരം ചോദിക്കൂ. ആ വരം ചോദിച്ചപ്പോൾ എന്താ? അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛൻ ഇപ്പോൾ കുറേ തോന്നിവാസം കാട്ടിയോലോ, അത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തു എന്നർത്ഥം. അച്ഛൻ ഒരു തോന്നിവാസം കാട്ടിയിട്ടില്ല, പക്ഷെ അച്ഛൻ എന്തൊക്കെയോ തോന്നിവാസം കാട്ടി എന്നൊരു തോന്നൽ ആ പ്രഹ്ലാദൻ്റെ ഉള്ളിൽ ഒരജ്ഞാനത്തിൻ്റെ ഭാവം കിടക്കുന്നുണ്ടായിരുന്നു. അത് ഭഗവാൻ അങ്ങോട്ട് പുറത്തേക്ക് എടുത്തു എന്നർത്ഥം. ആ അജ്ഞാനത്തിൻ്റെ ഭാവത്തെ പുറത്തേക്ക് എടുത്തിട്ട് ചോദിപ്പിച്ചു, എന്ത്? എൻ്റെ അച്ഛൻ പരിപൂർണനാവണേ എന്ന് ചോദിച്ചപ്പോൾ കൊടുത്തു. ചോദിച്ചത് ഒന്നേ ഉള്ളൂ വെച്ചാലും കൊടുത്തത് 1000. 21 തലമുറ ഞാൻ ശുദ്ധാക്കി. അതാ പരിശുദ്ധി, ഒരാളുടെ ആ ഹൃദയത്തിൻ്റെ ശുദ്ധി കൊണ്ട്, പ്രഹ്ലാദൻ്റെ അത്യത്ഭുതമായ ശുദ്ധി കൊണ്ട് നരസിംഹമൂർത്തി എന്താ കൊടുത്തത്? തലമുറകൾ നേരേക്ക് നോക്കൂ. മേപ്പട്ടും കീഴ്പ്പെട്ടുള്ള തലമുറകൾ മുഴുവൻ ശുദ്ധീകരിക്കപ്പെട്ടു. അതാണ് ലോകായജാനുഗ്രഹം, അറിയാണ്ട് കൊടുക്കുന്ന അനുഗ്രഹം. ലോകത്തിന് ലോകമറിയാണ്ട് കൊടുക്കുന്ന അനുഗ്രഹം. കുട്ടിക്ക് അമ്മ കൊടുക്കുന്ന അമ്മിഞ്ഞപ്പാൽ കുട്ടി അറിഞ്ഞിട്ടല്ല കുടിക്കണത്. ആ അമ്മിഞ്ഞപ്പാലാണ് ആ കുട്ടിയുടെ ജീവിത അവസാനം വരെയുള്ള ഊർജത്തിൻ്റെ ആധാരം. അടിത്തട്ടിൽ കിടക്കുന്ന നെല്ലിപ്പടി, ആരോഗ്യത്തിൻ്റെ നെല്ലിപ്പടി ആ അമ്മിഞ്ഞപ്പാലാണ് എന്ന് പറഞ്ഞ പോലെ ഈ ഭഗവാൻ തരുന്ന കാരുണ്യം, നീ ദയരാഗ, നീ ദയരാഗ, നീ ദയരാഗ, നീ ദയരാഗ, നീ ദയരാഗ. ആ ദയ കൃപാതേ ജ്ഞാതാചേൽ കിമിവ നഹിലഭ്യം തനുഭൃത. അതിൻ്റെ വ്യാഖ്യാനമായിട്ടുള്ള പാട്ടുകളാണതൊക്കെ. ആ ദയ, ആ കാരുണ്യം, ആ കാരുണ്യം നമ്മളറിയാണ്ട് നമ്മളിലേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരിക്കണു. പക്ഷേ അതിങ്ങോട്ട് പ്രവഹിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാമവും ക്രോധവും ലോഭവും മതവും മാത്സര്യത്തെയൊക്കെ ഉണർത്തി കൊണ്ടുവന്നിങ്ങനെ വെച്ചെണ്ണു വാതിലിക്കൽ. കിടക്കില്ല ആ കാരുണ്യം കിടച്ചാലോ. അതങ്ങോട്ട് മാറ്റിയപ്പോൾ ഇതാ കാരുണ്യം ഇങ്ങോട്ട് വഹിക്കുന്നു. ഈ കാമക്രോധ ലോഭമോഹ മതങ്ങളെയൊക്കെ ഒരൊറ്റ ഇടിവട്ടമുണ്ട്. തുലാവർഷം തുടങ്ങിയല്ലോ. ഇപ്പോൾ ഒരൊറ്റ ഇടിമില്ലുണ്ട്. അത് മുഴുവൻ നമ്മളറിയാണ്ട് നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങളെ മുഴുവൻ കളയുന്നതാണ് ആ നരസിംഹമൂർത്തിയുടെ വരവ്, അട്ടഹാസത്തോടു കൂടിയുള്ള വരവ്. ആ നരസിംഹമൂർത്തിയുടെ അട്ടഹാസം തന്നെ ലോകത്തെ മുഴുവൻ കിടുകിട വിറപ്പിച്ച് അവരെയൊക്കെ തന്നെക്കുറിച്ച് അങ്ങോട്ട് ചിന്തിപ്പിച്ചു വെച്ചാലോ. ആ ഒരു വൈഭവം ആലോചിച്ച് നോക്കൂ. അവർ കൊതിച്ചിട്ടില്ല, അങ്ങനെ ഒരു രൂപം കണ്ടിട്ടില്ല, സ്മരിച്ചിട്ടേ ഇല്ല. എന്ന് ആലോചിച്ച് നോക്കൂ. പ്രതപ്തചാമീകരചണ്ഡലോചനം തപ്തസ്വർണവർണ്ണ അതിരൂക്ഷാക്ഷം. സ്വർണം തപിപ്പിച്ചപ്പോൾ എന്തൊരു നിറായിരുന്നു. അതുപോലൊരു രൂപത്തിലുള്ള ഭഗവാന്റെ കണ്ണ്. അപ്പോൾ ആ ഭഗവാന്റെ രൂപം അവർ ഭാവന ചെയ്തിട്ടില്ല, എന്നേ വരെ അങ്ങനെ ഒരു രൂപം ഭാവന ചെയ്തിട്ടില്ല. എന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാന്റെ രൂപം എത്രയോ ഭക്തന്മാർ ഭഗവാന്റെ രൂപങ്ങൾ അവരുടേതായ മനോഭാവത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോത്ഭാസി ഫാലാങ്കനം
കാരുണ്യാകുലനേത്രം ആർദ്രകസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത് കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹു ചതുഷ്കസ ഗദാശങ്കാരി ചതുഷ്കസംഗത ഗദാശങ്കാരി പങ്കേറുക കാഞ്ചിൽ കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത്പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിതം. ഇങ്ങനെ രൂപവർണ്ണന എത്ര ഇത് എത്ര മഹാന്മാർ അവരുടേതായ ഭാവനയിൽ രൂപവർണ്ണന എത്ര നടത്തിയിട്ടുണ്ട് ഭഗവാനെ. എന്നാൽ അങ്ങനെ ഒരു രൂപമൊന്നുമല്ല ഇവിടെ, അങ്ങനൊന്നുമല്ല. നോ തിര്യഞ്ചെന്നമർത്യന്ന ചസുരമസുരന്ന സ്ത്രീയം നോ പുമാംസം. ഇതെന്താത് പറയാന്ന് വെച്ചില്ല. നോ തിര്യം ഇതല്ല എന്ന് പറയാന്നല്ല. നോ തിര്യഞ്ചെന്നമർത്യം, ഇത് മനുഷ്യനാണോ അല്ല, മൃഗാണോ അല്ല. ന ചസുരമസുരം, ഇത് സുരനാണോ അല്ല, അസുരനാണോ അല്ല. നോ തിര്യഞ്ചെന്നമർത്യം സുരമസുരം ന, ഇതൊന്നും അല്ലാത്തൊരു സാധനം എന്നേ പറയാൻ പറ്റുള്ളൂ എന്നർത്ഥം. അതല്ലേ ബ്രഹ്മം, അതല്ലേ ബ്രഹ്മം. വാചാം ദൂരെ മനസാം ദൂരെ. ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെ കൊണ്ടും നമുക്ക് അറിയുന്നതിന് ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റേതായ കേമത്വങ്ങൾ മാക്സിമം ഉപയോഗിച്ച് അറിയാൻ കഴിയുന്നതിനും അപ്പുറം എത്രയോ അപ്പുറം. ആ ആനന്ദക്കട്ട, ആ അനുഭൂതിക്കട്ട, അതാണ് നരസിംഹാവതാരം. നമ്മളറിയാണ്ട് നമുക്ക് അത്യാഹ്ലാദം, അത്യത്ഭുതമായ പ്രഭാവം, അത് നമ്മളറിയാണ്ട് നമുക്ക് കിട്ടുന്ന ആ അവതാരകഥയാണ് നരസിംഹാവതാര കഥ. നരസിംഹരൂപം അതാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ ഇന്നേ വരെ കാണാത്തൊരു രൂപം, നിങ്ങൾക്ക് സങ്കല്പിക്കാനേ കഴിയാത്തൊരു രൂപം, നിങ്ങൾക്ക് സങ്കല്പിക്കാനേ കഴിയാത്തൊരു പ്രഭാവം. ഇതൊക്കെ കൂടി ചേർന്നാൽ എന്താണോ അതാണ് നരഹരി രൂപം. പ്രതപ്തചാമീകരചണ്ഡലോചനം. ഭാഗവതം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ നാരായണീയത്തിൽ ഇങ്ങനെ ചുരുക്കി പറഞ്ഞു. അവിടെ 10, 15, 14, 15 ഭഗവാന്റെ രൂപവർണ്ണനയ്ക്ക് ഭഗവാന്റെ നാമത്തെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ 10, 15 രൂപത്തിൽ ഭഗവാന്റെ രൂപവർണ്ണന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ 4, 5 അതിനോട് ചുരുക്കി. ആ രൂപം, പറയാൻ പറ്റാത്ത രൂപം, അതാണ് നമ്മൾ ആസ്വദിക്കേണ്ടത്. പറയാൻ പറ്റാത്ത രൂപം. നാരായണീയം എത്ര വായിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് തുടങ്ങിയത് എത്ര ഗ്രൂപ്പുകളുണ്ട്, എത്ര പഠന ഗ്രൂപ്പുകളുണ്ട്. അത് പിന്നെയും ചെയ്യണമെന്ന് 4 കൊല്ലം മുമ്പ് കോഴിക്കോട് വന്നപ്പോൾ ആണ് ആദ്യമായിട്ട് ഈ ചിന്മയ ഗ്രൂപ്പിൽ എല്ലാവരെയും ഒന്ന് കണ്ടിട്ടൊരു നിർവൃതി അടഞ്ഞ്. ആ നിർവൃതി ഇങ്ങനെ കൂടി വരണ്ട ഈ നോട്ടത്തിൽ കാണാം. ആ നോട്ടത്തിൽ കിട്ടുന്ന ആ നിർവൃതി, അനുഭവം ആയിട്ട് വരുന്ന നിർവൃതി, അതെവിടെ? ഇങ്ങനെ നോക്കാൻ തോന്നുന്ന ഒരു ഭാവം, അതിനുള്ള അധികാരം എവിടുന്ന് കിട്ടി? അതാണ് ഈ നാരായണീയത്തിൽ നിന്ന് കിട്ടണത്. ഭട്ടതിരിക്ക് 455 കൊല്ലം മുമ്പ്, ഏകദേശം 455 കൊല്ലം മുമ്പ് ഗുരുവായൂരപ്പൻ അങ്ങോട്ട് സ്വർണ്ണക്കുടത്തിൽ അങ്ങോട്ട് നിറച്ച് ആ ഭട്ടതിരിയുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത ആ അനുഭവം, അതാണ് നമ്മളിലൂടെ ഈ നാരായണീയം 1034 ശ്ലോകങ്ങളിലൂടെ നമ്മളറിയാണ്ട് നമ്മളിലേക്ക് വരണത്. അതൊരിക്കലും കുറഞ്ഞു പോണതല്ല, ചോർന്നു പോണതല്ല. എത്രയോ കാലം മുമ്പ് തുടങ്ങിയ ഈ നാരായണീയ ഉപാസനയിലൂടെ നമുക്ക് കിട്ടുന്ന പറയാൻ വയ്യാത്ത ഒരനുഭവം. എത്ര വായിച്ചാലും പിന്നെയും വായിക്കണം തോന്നുന്നു. എത്ര ആസ്വദിച്ചാലും പിന്നെയും ആ
അവാച്യമായ അനുഭൂതിയെ നുകരണമെന്ന് തോന്നുന്നു. വാച്യമായ കൃഷ്ണാനന്ദം അവിടെ ഇരിക്കട്ടെ, അവാച്യമായ നരസിംഹാനന്ദം അത് നമ്മൾ അറിയാണ്ട് നമ്മളിലേക്ക് കയറിക്കൂടുന്നു. അതാദ്യം തന്നെ അടിത്തറയായിട്ട് കൂടുന്നു. പിന്നെയാണ് കൃഷ്ണാവതാരം അതിൻ്റെ മുകളിൽ കേമായിട്ട് നമ്മൾ ആസ്വദിക്കണത്. പിഴക്കില്ല. നെല്ലിപ്പടി നരസിംഹാവതാരമാണ്. നരസിംഹം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണാവതാരം ആസ്വദിക്കാൻ നമുക്ക് അവകാശമായി എന്ന് പറയാം. അതാണ് ആദ്യം തന്നെ ഭട്ടതിരി ആ നരസിംഹാവതാരത്തിൻ്റെ ആ ക്രമപ്രകാരം പറഞ്ഞു പോകുന്ന കഥകളിൽ നരസിംഹാവതാര കഥ ലോകത്തിൻ്റെ അനുഗ്രഹത്തിനുള്ള നെല്ലിപ്പടിയായിട്ട് അത് അവതരിപ്പിക്കണം. ആ നരസിംഹാവതാരം ഇതൊക്കെ അങ്ങനെ കണ്ട് രസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാലോ, കൃഷ്ണാവതാരം ആർക്കും നോക്കി രസിക്കാം. പിന്നെയും 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 ആ പീലി തിരുമുടിയും പീലിയോടൊത്തു കാർകൂന്തലും കെട്ടി ഫാലദേശേ തിലകമതും തൊട്ട് ബാലചന്ദ്ര സമാനമുഖപ്രഭ കാണാകേണം. പീലിയോടൊത്തു കാർകൂന്തലും കെട്ടി, യശോദാദേവി ആ കാർകൂന്തൽ കെട്ടിക്കൊടുത്തു കൊടുക്കണു, അതോ പീലിയോടൊത്തു വെച്ചിട്ട് ഫാലദേശേ തിലകമതും തൊട്ട്. എത്ര നേരം ഇരുന്നിട്ടാവും ഇഷ്ടമില്ല തിലകം തൊട്ടിരിക്കുന്നുണ്ടാവുക. കസ്തൂരിയൊക്കെ അയച്ചിട്ട് തെണ്ണൻ കഴിച്ചിട്ട് കൊടുക്കുമ്പോൾ അങ്ങോട്ട് നീക്കും തല, ഇങ്ങോട്ട് താക്കും തല. അപ്പോൾ അത് നേരെയില്ല, ആദ്യമാക്കും പിന്നെയും നേരേക്കും. നേരെ എന്ന് പറയുമ്പോൾ കൃഷ്ണൻ കൈകൊണ്ട് തുടക്കിണ്ടാവും. അയ്യോ ഉണങ്ങണതിൻ്റെ മുമ്പ് കൈകൊണ്ട് തുടച്ചു ആദ്യം തൊട്ട് കൊടുക്കുന്നുണ്ടാവും. ഫാലദേശേ തിലകമതും തൊട്ട്. ആ ബാലദേശത്തിൽ തിലകം തൊടാൻ എത്ര നേരം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും യശോദയും രോഹിണിയും അതുപോലെ ഗോപികമാരും ഗോപന്മാരൊക്കെ. അതെത്ര ആസ്വാദ്യത അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഭഗവത് പത്നിമാരെത്ര തൊടിച്ചു കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൃഷ്ണനെ വാരിപ്പുണർന്ന് മടിയിൽ വെച്ചിട്ട് ആ കൃഷ്ണൻ്റെ നെറ്റിയിൽ കുറി തൊട്ട് കൊടുക്കാൻ ആവേശം വരും. നരസിംഹാണെങ്കിലോ ഇങ്ങോട്ട് വരും, നമുക്ക് മടിയിലിരിക്കാൻ നിരീക്കന്നെ വയ്യ, അവിടെ നിന്നാൽ മതി പറയില്ലേ. എങ്ങനെയാ നെറ്റിയുമ്പിലൊന്ന് തൊട്ട് കൊടുക്കുക? ആ കണ്ണിങ്ങനെ ജ്വലിച്ച് നിൽക്കണ ആ കണ്ണ് കണ്ടാൽ തന്നെ പേടിയാവും. കൃഷ്ണൻ്റെ കണ്ണ് കണ്ടാലോ, കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ കണ്ണെന്തിനാ എന്നൊക്കെ പറയിച്ചാലും ഇത് കണ്ണനെ കാണാൻ കൊതിക്കുന്ന കണ്ണാണെങ്കിലോ ഇവിടെ കണ്ടാൽ പേടിപ്പിക്കുന്ന കണ്ണാ. എന്തിനെ പേടിപ്പിക്കണം? സംസാരത്തെ പേടിപ്പിക്കണത്. നിങ്ങൾ ഈ സംസാരത്തിൽ ഒന്നും നിങ്ങൾക്ക് ആസ്വാദ്യമായിട്ട് ഉണ്ടാക്കാനില്ല. അത് കണ്ണൻ്റെ കണ്ണാണെങ്കിൽ പോലും അത് ഇവിടെ പറയാൻ പറ്റൂട്ടോ, എവിടെയും പറയാൻ പറ്റില്ലേ. നിങ്ങൾക്കതിന് യോഗ്യത ഉണ്ടാവുകൊണ്ടാ. കണ്ണൻ്റെ കണ്ണാണെങ്കിൽ പോലും അതിങ്ങനെ നോക്കി നിൽക്കലല്ല. എൻ്റെ അട്ടഹാസം കേട്ടിട്ട് ഈ ലോകത്തിലുള്ള സകല ആസ്വാദ്യതയും വിട്ടു വരൂ എൻ്റെ അടുത്തേക്ക്. അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി. അതാണ് പ്രഹ്ലാദന് കൊടുത്ത അനുഗ്രഹം. ആ അനുഗ്രഹം നമ്മളറിയാണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന ആ നരസിംഹാവതാര കഥ, ആ രൂപത്തെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ സകലതും വിടണം. അപ്പം ആസ്വാദ്യത വരും. ഈ ലോകത്തിൻ്റെ മിഥ്യാത്വം എല്ലതും മനസ്സിലാക്കുന്ന ആ ഭാവത്തിലേക്ക് നമ്മൾ ഉയരണം. പകുതി സിംഹത്തിൻ്റെയും പകുതി മനുഷ്യൻ്റെയും അങ്ങനെ വിചാരിക്കാൻ തന്നെ വയ്ക്കും. അതിലോടൊരു രസം നമുക്ക് തോന്നാനുണ്ടോ? തോന്നാനില്ല. ഈ പ്രകൃതിയിലൊരു സ്വാഭാവികതയിലേ നമുക്ക് രസം തോന്നുള്ളൂ. അത് നമ്മൾ പ്രകൃതിയിൽ നിൽക്കുമ്പോൾ അത്രയേ ഉള്ളൂ. അത് കൃഷ്ണാവതാരത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ, കൃഷ്ണാവതാരമാണ് അതിൻ്റെ പരമകാഷ്ഠ. ലീലകളും ഭഗവാന്റെ രൂപവും ചെയ്തികളും സകലതും നമുക്ക് എന്തെന്നില്ലാത്ത ആസ്വാദ്യത. നെയ്യിൽ പോലെ, നെയ്യിൽ മരുന്ന് ചേർത്തിട്ട് നെയ്യ് കഴിച്ചിട്ടുണ്ടാവുന്ന രോഗം നെയ്യന്നെ കൊടുത്ത് മാറ്റുക, പക്ഷെ അതിൽ മരുന്നും കൊണ്ടിടുന്നത്. ആ മരുന്ന് എന്ന് പറയുന്നതാണ് കൃഷ്ണാവതാര കഥകൾ. എന്നാൽ അതൊന്നുമല്ല നരസിംഹാവതാരം. കേട്ടാൽ തന്നെ പേടിയാവുന്ന, സ്മരിച്ചാൽ തന്നെ പേടിയാവുന്ന. എന്തിനോടാ പേടി? ജീവിതത്തിനോട്, ഈ മിഥ്യയായിട്ടുള്ള ജീവിതത്തിനോട്. ഈ ജീവിതത്തിൽ നമുക്ക് ഒന്നും തന്നെ നേടാനില്ല.
ആ ബ്രഹ്മാനുഭൂതി മാത്രമേ നേടാവുള്ളൂ, ആ ആനന്ദം മാത്രമേ നേടാവുള്ളൂ. നമ്മളെങ്ങോട്ട് ഉറപ്പിക്കുന്ന നരസിംഹാവതാരം, അതാണ് അനുഗ്രഹം. ആ അനുഗ്രഹം നരസിംഹമൂർത്തിയെ കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ സുഖമായിട്ടിരിക്കാൻ പറ്റും. പേടി പോകത്രേ. എന്ത്? വീട്ടിലിരുന്നിട്ട് ഭാര്യയും കുട്ടികളും കുട്ടികളുടെ കുട്ടികളും അതുപോലെ ശമ്പളവും പെൻഷനും ഒക്കെ ഇട്ട് സുഖമായിട്ടിരിക്കാൻ പറ്റുന്നല്ല. ഇതൊന്നും നമുക്ക് സുഖമില്ലാണ്ട് തീരുന്നതാണ്. അപ്പം ഇതൊക്കെ ആയിട്ട് സുഖമായിട്ടിരിക്കണമെന്ന് മോഹമുള്ള ഒരു കൃഷ്ണനെ കണ്ടാൽ മതി. ഇതൊന്നും തനിക്ക് വേണ്ടാന്ന് മോഹം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നരസിംഹാവതാരം മാത്രം കേട്ടാൽ മതി. അപ്പം അതൊക്കെ മോഹമില്ലാണ്ട് ഈ തുടങ്ങിയാൽ നന്നായിട്ട് വസ്ത്രം ഉടുക്കണം എന്നുള്ള തോന്നലില്ലാണ്ട് ആവണം. മാന അപമാനങ്ങൾ ഒക്കെ അയ്യോ മാന്യത വേണേ, അപമാനം വയ്യേ. ഈ ദ്വൈതഭാവങ്ങളെ മുഴുവൻ വലിച്ചെറിഞ്ഞ് ഒരേ ഒരു ലക്ഷ്യം ശബരിമല, ഒരേ ഒരു മോഹം ദിവ്യദർശനം, ഒരേ ഒരു മാർഗം 18-ാം പടി. 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളുണ്ട്. ഒരേ ഒരു മന്ത്രം ശരണമയ്യപ്പ. 12 സ്കന്ധത്തല്ലേ ശരണം പ്രാപിക്കൂ. ആ ശരണം പ്രാപിച്ചാൽ ഭഗവാൻ പ്രത്യക്ഷ ഭഗവാനാണെന്ന് തപ്തസ്വർണ്ണ സവർണ ഘൂർണം, സ്വർണം കൊണ്ട് കാണിച്ചു കൊടുത്തില്ലേ ഇപ്പം അയ്യപ്പൻ്റെ? തപ്തസ്വർണ്ണ സവർണ ഘൂർണത് അതിരൂക്ഷാക്ഷം. ആ സ്വർണം തപിപ്പിച്ചപ്പോൾ ഉണ്ടായ അനുഭവം, ചിലർക്ക് ചില അനുഭവം ഉണ്ടായേ, ഇവിടെ ഉണ്ടായ അനുഭവം നോക്കൂ. സ്വർണ്ണത്തുമ്പിൽ കളിച്ചാൽ ഇതാണ് സ്വർണം, തൻ്റെ കണ്ണായിട്ട് കണ്ടോളൂ. അങ്ങനെ ബഹുമാനത്തോടു കൂടി തൃപ്പടിയുമ്പിൽ തൊട്ടോളൂ. അല്ലാണ്ട് തൊട്ടാൽ എന്താണെന്ന് അയ്യപ്പൻ കാണിച്ചു നിർത്തില്ലേ? അപ്പളേക്കപ്പളേ അത്യുഗ്ര പുണ്യ പാപാനാം ഫലം ഭവതി സത്വര എന്ന് ദേവി ഭാഗവതം തിരുവാന്താംകൂറിലെ അമ്മ പറഞ്ഞിട്ടുള്ളതാ. ദേവി ഭാഗവതം വായിച്ചവർക്ക് അറിയാതെ. അത്യുഗ്രമായ പുണ്യാണെങ്കിലും പാപാണെങ്കിലും ഫലം സത്വര, പെട്ടെന്ന് അങ്ങോട്ട് കിട്ടുന്നു. അതാണ് നരസിംഹാവതാരത്തെക്കുറിച്ച് സ്മരിച്ചാലുള്ള ഗുണം. പെട്ടെന്ന് നമ്മുടെ ബന്ധങ്ങളൊക്കെ ബന്ധുസ്നേഹം വിജയ്ക്കാം തവകി കരുണയാ, അങ്ങയുടെ കരുണ കൊണ്ട് സകല ബന്ധവും ത്യജിക്കാൻ കഴിയും നമുക്ക്. നരസിംഹാവതാരം നമുക്ക് എല്ലാ ബന്ധങ്ങളിൽ നിന്നും നമ്മളെ മുക്തരാക്കുന്നതാണ്. എല്ലാ ബന്ധങ്ങളും നമുക്ക് സൗകുമാര്യതരമാക്കി തീർക്കുന്നത് കൃഷ്ണാവതാരാണെങ്കിൽ എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തി നേടിത്തരുന്നത് നരസിംഹാവതാരം തന്നെ. കാരണം നമുക്ക് ഒന്നും അതിൽ ആ ഭഗവാന്റെ അട്ടഹാസാണ്. ഒരു പുറത്ത് പുല്ലാങ്കുഴൽ വിളി എന്നാലോചിച്ച് നോക്കൂ. ശിശിരിത ഭുവനം, ലോകത്തെ മുഴുവൻ ശിശിരിതമാക്കി തീർക്കുക. നല്ല തണുപ്പ് കാലം വന്നാൽ പുതപ്പും കൂടി കിട്ടിയാൽ എന്തൊരു സുഖം അവിടെ കിടന്നുറങ്ങാൻ. ഉറക്കം എന്ന് പറഞ്ഞാൽ തമോ ഗുണമാണ്. ആ ലോകത്തെ മുഴുവൻ ശിശിരിതമാക്കി തീർക്കും ഭഗവാൻ. അങ്ങനെ ലോകത്തിൻ്റെ ആനന്ദം മുഴുവൻ അനുഭവിപ്പിച്ച് അവരറിയാണ്ട് അവരെ തന്നിലേക്ക് തന്നെ ആക്കും ചെയ്യും. അത് ഗോപികമാർ തെളിവ്. അവർ തനി പൊട്ടിക്കാളിമാരാ. തിരുമാന്താംകുമ്പിൽ അമ്മയെ പറയണ പോലെ തനി പൊട്ടിക്കാളികളാണ് ഗോപികമാർ. അവർക്കൊരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാ ഏകാദശ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ സത്സംഗം കൊണ്ട് മാത്രം എൻ്റെ അടുത്തേക്ക് വന്നവരെക്കുറിച്ച് പറയുമ്പോൾ അവസാനം ഗോപികമാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇനി ഒന്നും പറയാനില്ല ഉദ്ധവ. ആ ഗോപികമാർ പൊട്ടിക്കാളികളാണ്. അവർക്ക് ഒരു കുന്തം അറിയില്ല, ഒരു തേങ്ങ അറിയില്ല. അവർക്ക് എന്നെ അറിയായിരുന്നു. എന്നോടുള്ള സംഘം അവർക്ക് എപ്പോഴും എന്നെ കാണണ്ടു, എന്നെ തൊടണ്ടു. അത് ഞാൻ പരബ്രഹ്മാന്ന് അറിഞ്ഞിട്ടല്ലേ ഇനി, അത് അതിലേറെ കേമ. പക്ഷെ അതുകൊണ്ട് അവർ എല്ലാ സിദ്ധന്മാരെക്കാളും മുമ്പിൽ എൻ്റെ അടുത്തേക്ക് എത്തി. അതാണ് അവരുടെ വൈഭവം. അതുകൊണ്ട് ഒന്നും അറിയണ്ട. നാരായണീയം വായിക്കാൻ അറിയണമെന്നില്ല. നാരായണീയം ശ്ലോകം തെറ്റിയായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഈ ഒരു ഭാവം നമ്മളെ മാടി വിളിക്കുന്ന ആ ബ്രഹ്മാനുഭവം, അത് അട്ടഹാസങ്ങളിലൂടെ ആയിക്കോട്ടെ, അതിഭീകരമായ രൂപത്തിലൂടെ ആയിക്കോട്ടെ, ലോകത്തെ കിടുകിടാ വർപ്പിച്ചും കൊണ്ടായിക്കോട്ടെ, ലോകത്തെ അത്യാഹ്ലാദത്തോടു കൂടി മാറോടണയ്ക്കുന്ന തരത്തിലായിക്കോട്ടെ, ഏത് തരത്തിലാണെങ്കിലും ഈ ലോകം നമ്മൾ അറിയേണ്ട കാര്യമില്ല. ധർമ്മ പ്രോജ്ജിത കൈതപോത്ര, ധർമ്മം ഇവിടെയൊക്കെ ഉണ്ട്. എന്ത് ധർമ്മം? അതൊക്കെ ഈ ലോകത്തിലേക്ക് നമുക്ക് ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ ധർമ്മമുള്ളൂ.
ഇല്ലെങ്കിൽ ഒരു ധർമ്മമില്ല. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. എല്ലാ ധർമ്മം വിടൂ, എല്ലാ ധർമ്മം വിടൂ. ഇന്നതുണ്ടായാലേ എനിക്ക് ആ അനുഭൂതി കിട്ടുള്ളൂ. വേണ്ട, ആ അനുഭൂതിയിൽ എപ്പോഴും ഇരുന്ന് കരയാൻ തോന്നട്ടെ, എപ്പോഴും ഇരുന്ന് പൊട്ടിച്ചിരിക്കാൻ തോന്നട്ടെ, യുക്തിയില്ലാണ്ട് ഓടി തുള്ളി നടക്കാൻ തോന്നട്ടെ, ഒന്നിനെയും ആശ്രയിക്കാൻ തോന്നാതിരിക്കട്ടെ. ഈ പ്രപഞ്ചത്തിൽ ഒന്നിനെയും ആശ്രയിക്കാതെ നമ്മളറിയാണ്ട് നമ്മളെ ഉയർത്തുന്ന ആ നരസിംഹാവതാരം. പ്രഹ്ലാദൻ്റെ ഹൃദയം ഒരു ലവലേശം പടച്ചില്ല. നോക്കൂ, എവിടെയെന്നാ നിന്നെയും ഈ ലോകത്തെ മുഴുവൻ എല്ലാ ശക്തികളും, എൻ്റെ ശക്തിയും അങ്ങയുടെ ശക്തിയും ലോകത്തിന് കൊടുക്കുന്ന ശക്തിയും സകലതും അങ്ങനെയാണ്, ഭഗവാനാണ് എന്നതാ പ്രഹ്ലാദൻ അങ്ങോട്ട് ഉറപ്പിച്ച് ഹിരണ്യകശിപുവിനോട് പറഞ്ഞപ്പോൾ സാഖി കെട്ടു. ആ ഹിരണ്യകശിപുവിൻ്റെ ഭക്തി ഒന്ന് ആലോചിച്ച് നോക്കണം. ഹിരണ്യകശിപു ആരാ? ഹിരണ്യകശിപു ചില്ലറക്കാരനല്ല. അദ്ദേഹത്തിന് കുട്ടികളുണ്ടായി, ഹ്ലാദൻ, അനുഹ്ലാദൻ, സംഹ്ലാദൻ. ഏറ്റവും ഒടുക്കുന്ന പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദൻ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ പ്രഹ്ലാദനോട് ഏറ്റവും അധികം സ്നേഹം. ആ പ്രഹ്ലാദനെ മടിയിൽ വെച്ചു. എന്തുകൊണ്ടാണ്? രണ്ടാളും ഉപാസകരാണ്. രണ്ടാളും ഭഗവാനെ മാത്രം കിട്ടണമെന്ന് കൊതിച്ചോരാ. രണ്ടാളും രണ്ട് ധ്രുവത്തിലാണ് മാത്രം. വീണാ എത്തണത് രണ്ടാളും ഒരു ദിക്കില്ല. പക്ഷെ ഒരാൾ അങ്ങേ തലയാണ്, ഒരാൾ ഇങ്ങേ തലയാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിനോട് അങ്ങേയറ്റം നിസ്സംഗതയിൽ നിൽക്കണു ഒരാൾ, അതൊരു ഉപാസനയാണ്. അത് പ്രഹ്ലാദൻ. ഈ പ്രപഞ്ചത്തിനോട് അങ്ങേയറ്റം സംഘം. ഈ പ്രപഞ്ചനാഥനായിട്ടുള്ള ബ്രഹ്മാവ് മാത്രം സത്യം, അതിലൊരു അപ്പുറത്തൊരാളുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഇതിനൊക്കെ നമ്മളെ അറിയാണ്ട് നമ്മളെ നോക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിക്കില്ല എന്നാണ് ഹിരണ്യകശിപു. യുക്തിവാദിയാണ്. അതിനുള്ള അർഹത അദ്ദേഹത്തിനുണ്ട്. 3 ലോകങ്ങളും കീഴടക്കിയിട്ടുണ്ട്. കുടുംബം മാത്രമല്ല, ഇതിപ്പോൾ നമ്മളിപ്പോൾ എന്താ കുടുംബത്തിൽ തോറ്റാൽ എന്നാൽ ഇനി ഗുരുവായൂരേ ഉള്ളൂ, ഇനി നാരായണീയം വായിക്കില്ല പണി, ഇനി ഭാഗവതം കുടുംബത്തിൽ തോറ്റാലേ പണിയെടുക്കുള്ളൂ, ഇല്ലെങ്കിലോ കുടുംബത്തിൽ തന്നെ. ഇതല്ല ഹിരണ്യകശിപു. കുടുംബത്തിൽ ജയിച്ചു. താൻ പറയണതല്ലാണ്ട് താൻ എല്ലാവരെയും സ്നേഹം കൊണ്ടും എല്ലാവർക്കും എല്ലാതും വിതരണം ചെയ്തും. നാരദൻ തന്നെ പറയേണ്ടത്ര, ഞാൻ തന്നെ ഒരിക്കൽ പോയിട്ട് സന്തോഷമായി ഹിരണ്യകശിപു എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. കാരണം നാരദാദികൾക്ക് പോലെ എന്തു വേണോ അവർക്കതൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കി നോക്കൂ, എല്ലാവരെയും സ്നേഹം കൊണ്ടും ഇല്ലെങ്കിൽ തൻ്റെ പിരികക്കൊടി കൊണ്ട് പറഞ്ഞാൽ കേൾക്കാത്തവരെ മുഴുവൻ തൻ്റെ വരുതിയിൽ വരുത്തിയിട്ടുള്ള ഹിരണ്യകശിപ. അങ്ങനെ ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്തിയിട്ടുള്ള ഹിരണ്യകശിപുവിൻ്റെ ശ്രദ്ധ എവിടെ? ഇതിലപ്പുറം ഒരാളുണ്ടോ എന്നൊരു സംശയമുണ്ട്. ബ്രഹ്മാവിലും അപ്പുറത്തൊരാൾ ഇല്ല എന്നാണ് താൻ പറയണത്. താൻ ചെയ്യണതും ഒക്കെ അങ്ങനെയാണെങ്കിലും ഉണ്ടോ എന്നൊരു സംശയം. അത് നോക്കാൻ വേണ്ടി വൈകുണ്ഠത്തിലേക്ക് പോയി. വൈകുണ്ഠത്തിലേക്ക് നേരിട്ട് പോയി. ഭഗവാൻ അപ്പം ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പം തന്നെ അയാൾക്ക് മുക്തി കൊടുക്കാറായിട്ടില്ല. അതുകൊണ്ട് കാത്തുക്കാൻ തീരുമാനിച്ചു. എങ്ങനെ കാത്തുക്കേണ്ടത് നോക്കുമ്പോൾ അയാൾ ഇവിടെയൊക്കെ അന്വേഷിക്കും. ഇവിടെയൊക്കെ അയാൾക്ക് പ്രവേശനമുണ്ട്. കാരണം അയാളുടെ ശ്രദ്ധ മുഴുവൻ ഇവിടെ ഉള്ളൂ, വൈകുണ്ഠത്തിനെ കുറിച്ചേ ഉള്ളൂ. വൈകുണ്ഠ നാരായണനെ കുറിച്ച് മാത്രമേ ഉള്ള ശ്രദ്ധ ഉള്ളൂ. ശ്രദ്ധ അത് മാത്രമേ ഉള്ളൂ വെച്ചാൽ അവിടെയൊക്കെ പോകാൻ നമുക്ക് അവകാശമുണ്ടെന്നർത്ഥം. അപ്പോൾ ഹിരണ്യകശിപുവിന് അവിടെ ചെല്ലാനുള്ള അവകാശമുണ്ട്, ഇവിടെയൊക്കെ പ്രവേശിക്കാനുള്ള സർട്ടിഫിക്കറ്റും ഉണ്ട്, അതിനുള്ള ടിക്കറ്റും ഉണ്ട്. അപ്പോൾ ഇയാൾ ഇവിടെയൊക്കെ നോക്കും, എന്നെ കാണുമോ നോക്കും. അപ്പോൾ ഇയാൾക്കിപ്പോൾ ദർശനം കൊടുക്കാറായിട്ടുമില്ല. അതുകൊണ്ട് ഇയാൾ നോക്കാത്ത ഒരേ ഒരു സ്ഥലമേ അപ്പോൾ വൈകുണ്ഠത്തിലുണ്ടായിരുന്നുള്ളൂ. അതെന്താ? അവിടെ പ്രവേശിച്ച അയാളുടെ ശരീരത്തിൽ ഹൃദയം, ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിൽ മാത്രമേ അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. അന്തർമുഖത്വം അത് മാത്രമേ അയാൾക്ക് ഇല്ലാത്ത കുഴപ്പമുണ്ടായിരുന്നുള്ളൂ. ബഹിർമുഖത്വം എന്ന് പറഞ്ഞാൽ സകല ദിക്കിലും അയാളുടെ ശ്രദ്ധ എത്തുമായിരുന്നു. അയാളുടെ ഹൃദയത്തിൻ്റെ ഭാവോ ഭഗവാനെക്കുറിച്ച് മാത്രമാണ്, വിരോധഭാവത്തിൽ. ഈ ലോകത്തിലെ സകല തൂണിലും തുരുമ്പിലും ഒക്കെ അയാളുടെ ശ്രദ്ധ എത്തും. എന്നാൽ അയാൾക്ക് ഇതൊന്നുമല്ല.
ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് അതിങ്ങനെ തോന്നുക. അതില്ല എന്ന് നിഷേധിക്കാനോട്ട് പറ്റണമില്ല. ആ ഒരു വികാരത്തിൽ ആ വൈകുണ്ഠത്തിൽ എത്തിയിട്ട് നോക്കിയത് അവിടെ ഒരു ശക്തി ഉണ്ടോ എന്ന്. അപ്പം അത് ഉള്ളിലാണ്, എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ശക്തിയാണത് എന്ന് ബോധ്യപ്പെടുത്താൻ ഭഗവാൻ അവസാനത്തെ ഒരു ബ്രഹ്മോപദേശം എന്നുള്ള നിലയ്ക്ക് ഭഗവാൻ ഹൃദയത്തിലാണ് പോയി ഒളിച്ചു. നോക്കുമ്പോൾ വൈകുണ്ഠത്തിൽ നിന്നൊക്കെ എന്നെ കണ്ട് പേടിച്ച് ഓടിയിരുന്നു അയാൾ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എന്നാണ്. എന്നിട്ട് അയാളാണ് ഈ ലോകത്തിന് മുഴുവൻ, എനിക്കും എൻ്റെ കുട്ടിയായിട്ടുള്ള ഈ പ്രഹ്ലാദനും ഒക്കെ ശക്തിയെന്ന് പ്രഹ്ലാദൻ തന്നെ പറഞ്ഞ് അത് സഹിക്കൂ. കുട്ടിക്കാലം മുതൽ തന്നെ ആ പ്രഹ്ലാദൻ ഉപാസകനാവുകൊണ്ട് പ്രഹ്ലാദനോടൊരു സ്നേഹം അതങ്ങനെ വർദ്ധിച്ചു. എന്നാൽ ഇനി വിഘാതങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഷണ്ടാമർക്കന്മാർ പഠിപ്പിക്കണതൊന്നും പഠിയണില്ല. ഇതൊക്കെ കേട്ടിട്ടും തൻ്റെ പ്രഭാവം മുഴുവൻ ലോകത്തിൽ 3 ലോകത്തിൽ അങ്ങോട്ട് പ്രസിദ്ധി വരുത്തിയിട്ടും ഇതൊന്നും തൻ്റെ ഉണ്ണിക്ക് മനസ്സിലാവില്ലെങ്കിലോ. ഉണ്ണിയുടെ ഉള്ളിൽ കാണുന്ന ഒരു നിസ്സംഗത, ആ നിസ്സംഗത തന്നെ ആകർഷിക്കണമുണ്ട്. ഈ ഒരു സംഘർഷ അവസ്ഥ ഇരുന്നിങ്ങനെ ഭാവന ചെയ്തു നോക്കൂ. ഈ ഭാഗവത കഥകളിൽ നിന്നൂടെ നമ്മളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഈ ഡാൻസൊക്കെ കളിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു കഥാപാത്രമായിട്ട് അപ്പുറത്ത് നിന്നിങ്ങനെ, ഇപ്പം യശോദയും കൃഷ്ണനും കൂടി തമ്മിലുള്ള ഇതൊക്കെ ആണെങ്കിൽ യശോദയായിട്ട് ഇങ്ങനെ ആടും, അത് കഴിഞ്ഞാൽ കുറച്ച് കൃഷ്ണനായിട്ട് ആടും, അത് കഴിഞ്ഞാൽ കുറച്ച് യശോദയായിട്ട് ആടും. ഇതുപോലൊരാട്ടം നമ്മുടെ മനസ്സിലുണ്ടാവണം. കുറച്ച് ഹിരണ്യകശിപുമായിട്ട് ഇങ്ങനെ ആടി നോക്കുക, കുറച്ച് കഴിഞ്ഞാൽ പ്രഹ്ലാദനായിട്ട് ഇങ്ങനെ ആടി നോക്കുക. തന്മയീ ഭാവണ്ട. ത്വന്മനസ്കാസ്തദാലാപാസ്തദ് വിചേഷ്ടാസ്തദാത്മികാഹ. നമ്മളതിങ്ങനെ ഭാവന ചെയ്യണം. അതൊരു ഉപാസനയാണ്. ആ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിലുള്ള ഭാവന അങ്ങനെ വെച്ചിട്ടിരിക്കണം ഒരു ദിവസം മുഴുവൻ, ഇല്ലെങ്കിൽ ഒരാഴ്ച മുഴുവൻ. എപ്പോഴും അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുക. പ്രഹ്ലാദനാണെങ്കിൽ പ്രഹ്ലാദൻ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടുമോ? പ്രഹ്ലാദൻ്റെ മനസ്സിൻ്റെ ഭാവത്തിലായിരിക്കണ്ടേ നമ്മുടെ ജീവിതം. ഒന്നുകിൽ ഹിരണ്യകശിപുവിൻ്റെ രീതിയിലാവണം. രണ്ടാളും ഭക്തന്മാരാ. അങ്ങനെ ആ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തെ ആവാഹിക്കാൻ നോക്കുക, പ്രഹ്ലാദൻ്റെ ഹൃദയത്തെ ആവാഹിക്കാൻ നോക്കുക. എന്നിട്ട് ഇവർ തമ്മിലുള്ള ആ സംഘർഷം അതിങ്ങനെ, ആ കഥ കേൾക്കണം എന്നാണ് ധർമ്മപുത്രൻ നാരദനോട് പറഞ്ഞത്. ഇവർ തമ്മിലുള്ള സംഘർഷം അതങ്ങനെ തീവ്രമാവുന്നത് നമ്മളിങ്ങനെ ഭാവന ചെയ്യണം. ഇവിടെ ഇരിക്കണവർക്ക് അതിനുള്ള യോഗ്യത ഉണ്ടാവുകൊണ്ടാണ് സാധാരണ കഥ പറയണ പോലെ പറയാത്തത്. ആ ഒരു ഭാവനയിലേക്ക് ഇങ്ങനെ കയറി വന്ന് ഹിരണ്യകശിപു ഭക്തൻ, എങ്ങനെ ആ ഭക്തി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക? എങ്ങനെ പ്രഹ്ലാദൻ്റെ ഭക്തി? ആ ഭക്തിയിലേക്ക് നമ്മളെങ്ങനെ പോവുക? നമുക്ക് ഏതാ അനുയോജ്യം? ഏനപ്രകാരേണ എങ്ങനെയായാലും അവിടേക്ക് മുറുക്കി പിടിക്കാൻ പറ്റണം. വാക്കിനും അപ്പുറത്തായിട്ടുള്ള ആ ഒരു ഭാവത്തെ നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റണം. പ്രഹ്ലാദൻ നോക്കൂ, ഒരു രൂപത്തിലല്ല, കാണുന്നതൊക്കെ ഹരിനാരായണായ നമ. ലോകത്തിൻ്റെ ശക്തി മുഴുവൻ ഇതാണ് അച്ഛ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ തൂണുമ്പിലിക്കാൻ നോക്കിയതേ. ആ തൂണുമ്പിൽ എന്നാൽ എവിടെ ഇല്ല എന്ന് ചോദിച്ചപ്പോൾ കാണുമല്ലോ എന്ന് പറഞ്ഞുവല്ലോ, അവിടെയും കാണുന്നു. ആ എല്ലാ ദിക്കിലും ഇങ്ങനെ ഭഗവാനെ കാണുക, ധർമ്മത്തിലും അധർമ്മത്തിലും, ചീത്തതിലും നല്ലതിലും, എല്ലാ ദ്വൈതഭാവത്തിലും ആ ഭഗവാനെ നിറഞ്ഞു നിൽക്കുന്നത് ഇങ്ങനെ കണ്ട് നിസ്സംഗരാവുക. ആ നിസ്സംഗാവസ്ഥ, അതാണ് നരസിംഹാവതാരത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. ആ നിസ്സംഗാവസ്ഥ, അവിടെ ഒരു യുക്തിയില്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാവം മാത്രം. അവിടെ ഒരാചരണത്തിനും പ്രസക്തിയില്ല. ലോകത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ ഓരോ തൂണിലും ഓരോ തുരുമ്പിലും ഭഗവാൻ നിലകൊള്ളുന്നുണ്ട്. നമ്മളറിയാണ്ട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കേണ്ട ഭഗവാൻ എന്ന് ഉത്തമ വിശ്വാസം നരസിംഹാവതാര കഥ കേൾക്കുമ്പോൾ ഉണ്ടാവണില്ലെങ്കിൽ അവതാര കഥ കേൾക്കാൻ നമുക്ക് യോഗ്യതയില്ല എന്നർത്ഥം. നമുക്ക് ഒന്നിനെയും ശപിക്കേണ്ട കാര്യമില്ല, ഒന്നിനെയും വെറുക്കേണ്ട കാര്യമില്ല, ഒന്നിനെയും കൂടുതൽ സ്നേഹിക്കേണ്ട കാര്യമില്ല, ഒന്നിനോടും കൂടുതൽ പ്രിയം ഉണ്ടാവരുത്. എന്തിനോടെങ്കിലും ഒരു കൂടുതൽ പ്രിയം തോന്നുന്നുണ്ടോ, അത് നമ്മുടെ കുഴപ്പമായിട്ട് മാത്രം കാണുക. നമ്മൾ പ്രഹ്ലാദൻ്റെ തലത്തിൽ എത്തിയിട്ടില്ല. പ്രഹ്ലാദനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടാളെയും, ഹിരണ്യകശിപുവിനെയും പ്രഹ്ലാദനെയും കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി.
രണ്ട് എക്സ്ട്രീമിലുള്ള ആ ഭക്തി ഭാവങ്ങളാണ്. ഈ ഒരു നിസ്സംഗതയുടെ ഭാവം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? അപ്പോഴേ നരസിംഹാവതാരം നമ്മുടെ ഹൃദയത്തിൽ ആവിർഭവിക്കുള്ളൂ. അത് വാക്കുകൾക്ക് അതീതമാണ്. സടാകേസരം അതിങ്ങനെ തിളങ്ങണതാണെന്ന് എന്താ സടാകേസര സ്ഫുരൽ സടാകേസര ജൃംഭിദാനനം. ആ നരസിംഹ രൂപം ഇങ്ങനെ കണ്ടാൽ തന്നെ പേടിയാവും. ഇപ്പം ഇന്ന് ഈ യൂട്യൂബ് ചാനലുകളൊക്കെ പലതും ഉണ്ടല്ലോ, മറ്റുള്ള ചാനലുകളിലൊക്കെ ഈ മൃഗങ്ങളുടെ ജീവിതമൊക്കെ, അവിടേക്ക് ആ സിംഹത്തിൻ്റെ വരവൊക്കെ ഒന്ന് കാണൂ. അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നരസിംഹമായിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു സിംഹത്തിൻ്റെ വരവ് ഇങ്ങനെ കണ്ടാൽ, അങ്ങനെ നരസിംഹമായിട്ട് തൂണുന്നും ഇങ്ങോട്ട് ചാടിയ ആ രൂപം കണ്ടാൽ തന്നെ നമ്മളവിടെ അടങ്ങുകയാണ്. ഇതൊന്നും വെറുതെ അല്ല, ഈ ചാനലൊക്കെ നമുക്ക് വളരെ ഗുണം ചെയ്യും. ഇതങ്ങനെ കണ്ടിരിക്കുമ്പോൾ വലിയ സിംഹങ്ങളിങ്ങനെ ഇങ്ങനെ ആ സാട്ടയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ അവരുടെ ആ ശക്തിയും. അപ്പം കാണണം അതിലൂടെ നരസിംഹത്തെ, ആ നരസിംഹത്തിൻ്റെ രൂപം ഇങ്ങനെ കാണണം. എന്നിട്ട് ആ കഥ ഇങ്ങോട്ട് ആലോചിക്കണം. അപ്പം ആ പ്രഹ്ലാദ്, എന്നിട്ട് പ്രഹ്ലാദിനൊരു പേടി ഉണ്ടായില്ലേ? അങ്ങനെ പേടി എനിക്കുണ്ടാവില്ല. അപ്പം നമ്മുടെ ഉള്ളിൽ കുറേശ്ശെ പേടി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്താ ശരിയല്ലാത്ത കാര്യം കിടക്കുന്നുണ്ടെന്നർത്ഥം. നമ്മൾ പ്രഹ്ലാദനെ പോലെ നിസ്സംഗനല്ല എന്നർത്ഥം. ഇങ്ങനെ നമ്മൾ ഇരുന്നിങ്ങനെ ആലോചിച്ച് നോക്കൂ. ആ പ്രഹ്ലാദനെ പോലെ നിസ്സംഗനാവാൻ പഠിക്കൂ. ഹിരണ്യകശിപുവിനെ പോലെ ഒരേ ഒരു ലക്ഷ്യം ആ വിഷ്ണുവിനെ ഇങ്ങോട്ട് കിട്ടണം. എന്നിട്ട് വെട്ടിക്കൊന്ന് അങ്ങോട്ട് പിഴിഞ്ഞ് ആ ചോര ഇങ്ങോട്ട് ഒരു കൊളാക്കിയിട്ട് അതിൽ തൻ്റെ അനിയന് ഉദകം ഏതത്ത ഉദകം എന്ന് പറഞ്ഞിട്ട് ഉദകക്രിയ ചെയ്യണം. അതാ പ്രതിജ്ഞ ചെയ്തത്. തൻ്റെ അനിയൻ്റെ ഉദകക്രിയ ഇങ്ങനെ നീണ്ടുപോവുക. ഓരോ ദിവസത്തെയും ഉദകക്രിയ കൊണ്ടാണ് ആ പോയ ആ ആത്മാക്കൾക്ക് ശരീരം ഉണ്ടാവണം. 10 ദിവസം കൊണ്ട് നമ്മളുടെ ഉദകക്രിയകളെ കൊണ്ടാണ് അതിന് പിതൃലോകത്ത് ജീവിക്കാനുള്ള ശരീരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണതെന്നാണ്. എന്നിട്ട് 10ാമത്തെ ദിവസം ആ ശരീരം ഉണ്ടാവുമ്പോൾ ആ പിതൃലോകത്തിലുള്ള ആൾക്കാരോടുകൂടി ഒന്നിച്ചാണ് ചേർത്ത് യാത്രയാക്കുക. അതുവരെ ഇവിടെ പനയുടെ മുകളിലോ തെങ്ങിൻ്റെ മുകളിലോ എവിടെയെങ്കിലും ഉണ്ടാവും. നമ്മൾ ദിവസേന ആവാഹിച്ച് ഉദകക്രിയ കൊടുക്കുക. അങ്ങനെ അതിന് ശരീരം ഉണ്ടാവുക. പിതൃലോകത്ത് ജീവിക്കാനുള്ള ശരീരം. ആ ശരീരം അതുണ്ടാക്കി കൊടുക്കലാണ് പിതൃകർമ്മങ്ങളെ കൊണ്ട്. ഇവിടെ തൻ്റെ അനിയൻ ഹിരണ്യാക്ഷൻ പോയിട്ട് അയാൾക്ക് ഉദകക്രിയ ചെയ്തിട്ടില്ല. അതെവിടെ ചെയ്യുള്ളൂ? വിഷ്ണുവിനെ കൊന്ന് ചോരയിലേ താൻ ചെയ്യുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്തു പോയിട്ടുണ്ട്. കിട്ടണമില്ല. അപ്പോൾ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ ഹിരണ്യകശിപുവിന്, വിഷ്ണുവിനെ കിട്ടണം, ചോര പിഴിഞ്ഞ് കൊളാക്കണം, എന്നിട്ട് ആ കുളത്തിൽ തൻ്റെ അനിയന് ഉദകക്രിയ ചെയ്യണം. ആ ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് നിൽക്കൂ. അതിൻ്റെ ഇടയിൽ തൻ്റെ ഉള്ളിൽ തൻ്റെ പുത്രനോടൊരു സ്നേഹം ശല്യമായിട്ട് വരുന്നു. ആ പുത്രനാണെങ്കിലും ഇതിന് തടസ്സമായിട്ടും ആ പുത്രനെ ഒഴിവാക്കി. ആദ്യം വെട്ടാൻ ഒരുങ്ങിയപ്പോൾ ഞങ്ങളെന്നാൽ വരുണപാശം കൊണ്ട് ബന്ധിക്കാം, പ്ലീസ് ഒരു ചാൻസും കൂടി അങ്ങയുടെ ഉണ്ണി നേരെവും. അപ്പോഴും ഉള്ളിലെന്താ, ഈ പ്രപഞ്ചത്തിൽ തൻ്റെ ഉണ്ണി ഇനിയെങ്കിലും നേരെയായി കിട്ടുമോ എന്നൊരു സംശയം, മോഹം. ആ മോഹത്തെയും കളയാൻ അവസാനം കുലഭേദകരാധമ എന്ന് വിളിച്ചും കൊണ്ട് തൂണിൽ വെട്ടാൻ തുടങ്ങിയപ്പോൾ എല്ലാം പോയി. അത് ഉപേക്ഷിക്കുക. ഇനി വേറെ ആരെയും ഏൽപ്പിക്കില്ല. ഈ രോഗം ബാധിച്ച ഈ അവയവത്തെ മുറിച്ചു കളയാൻ ഇനി ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കില്ല. ഞാൻ തന്നെ സ്വന്തം കൈകൊണ്ട് തന്നെ തനിക്ക് ഏറ്റവും പ്രിയനായിരുന്ന ആ പ്രഹ്ലാദനെ കൊല്ലാൻ ഒരുങ്ങിയപ്പോൾ ഇപ്പം ശരിയായി, ഇപ്പം എന്നാൽ ഞാൻ വരാൻ എൻ്റെ മുമ്പിലേക്ക് തന്നെ. അപ്പോഴേ ഭഗവാൻ ദർശനം കൊടുക്കാനുള്ള, ഭഗവാന്റെ ദർശനം കിട്ടാനുള്ള യോഗ്യതയിലേക്ക് ഹിരണ്യകശിപു എത്തിയുള്ളൂ. ഒരു സാധനത്തിനോടും ഒരു പ്രിയമില്ലാണ്ട് ആ പ്രഹ്ലാദനോടുള്ള പ്രിയായിരുന്നു ശല്യം ഭഗവാനെ കിട്ടാനുള്ളത്. അതും കൂട്ടി അങ്ങോട്ട് വാളെടുത്തിട്ട് വെട്ടി അവനെ ഇങ്ങോട്ട് കൊല്ലാൻ ഒരുങ്ങി. അപ്പോൾ അതിന് മുമ്പേ അയാളെ കൊല്ലുന്നതിൻ്റെ മുമ്പേ തന്നെ കൊന്നിട്ട് അയാൾക്ക് വിശ്വാസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഇരിച്ചു. അത് ഭഗവാൻ സമ്മതിച്ചില്ല. കാരണം വെട്ടിയാൽ പ്രഹ്ലാദൻ പറയണു തൂണിലുണ്ടെന്ന്, അയാളുടെ വാക്ക് സത്യമാക്കി തീർക്കാൻ വരികച്ചാൽ വരുമല്ലോ. അപ്പം അങ്ങോട്ട് വരട്ടെ, എന്നാൽ ഇവിടെ വെച്ചിട്ട് വെട്ടിക്കൊല്ലാം വിഷ്ണുവിനെ. അപ്പം എന്തായി, നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്ന പോലെ തൻ്റെ മകൻ്റെ മനസ്സും ശരിയാക്കി എടുക്കുക.
അതോടൊപ്പം തൻ്റെ അനിയന് ഉദകക്രിയയും ചെയ്യാം. ആ ഒരു ഒടുക്കത്തെ ഒരു കാര്യം കൂടി ഞാൻ ചെയ്തു നോക്കുമ്പോൾ ഭഗവാൻ അതിലിടപെട്ടു. അങ്ങനെ എന്നെ കൊന്നിട്ട് പ്രഹ്ലാദനെ എന്നിൽ നിന്നുള്ള വിശ്വാസത്തെ എടുത്തു കളയാമെന്ന് ഈ വിചാരിക്കേണ്ട. വിശ്വാസമാണ്. ഭവതി വിശ്വാസോ മേ ഭവതു സദാ ഭവതി വിശ്വാസോ മേ ഭവതു സദാ ഭവതി വിശ്വാസോ മേ. വിവിധ താപഹാരിണി വിവിധ താപഹാരിണി വീത സംശയലേശം വിവിധ താപഹാരിണി വീത സംശയലേശം ഭവതി വിശ്വാസോ മേ ഭവതു സദാ ഭവതി വിശ്വാസോ മേ. വരദ പാണ്ഡവേയോധ വക്രൂരാദയോ യേന പരമ വിപദം ഭോധി പാരംഗത നൂനം പരം അവാപുരിഗതേ പദമപി കൃപയാതേ പരം അവാപുരിഗതേ പദമപി കൃപയാതേ പരചിദാനന്ദ ശ്രീ പത്മനാഭ മുരാരേ പരചിദാനന്ദ ശ്രീ പത്മനാഭ മുരാരേ ഭവതി വിശ്വാസോ മേ ഭവതു സദാ ഭവതു വിശ്വാസോ മേ ഭവതി വിശ്വാസോ മേ സദാ ഭവതു. സദാ ഇടയ്ക്കൊക്കെ നമുക്കും വിശ്വാസമൊക്കെ വരും. കേൾക്കുമ്പോൾ ശരിയാട്ടോ, ഇനി ഇങ്ങനെയൊക്കെ തന്നെ വേണേ എന്നൊക്കെ തോന്നും കുറേശ്ശെയൊക്കെ. അത് കഴിഞ്ഞ് പറയലാണ് നിർത്തിയാലോ ഒക്കെ പോയി, കേൾക്കലാന്ന് നിർത്തിയാലോ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒക്കെ പോയി. നാരായണീ ഏകാഹം കഴിഞ്ഞ് വൈകുന്നേരം മൂടും തട്ടി വീട്ടിലേക്ക് പോകുമ്പോൾ ഒക്കെ മാറി നമ്മുടെ. അതാണ് വിശ്വാസം. ഇത് സ്വാതി തിരുനാൾ മഹാരാജാവ് എത്ര ഭക്തനെന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ വിശ്വാസം ദൃഢമാക്കി തരണേ പത്മനാഭ എന്ന് പറഞ്ഞ് അവസാനം എന്തായി? അദ്ദേഹത്തിൻ്റെ സ്വർഗാരോഹണ ദിവസം രാവിലെ അമ്പലം തുറക്കണതിൻ്റെ മുമ്പേ മേശാന്തി വന്ന് അമ്പലം തുറക്കുമ്പോൾ പത്മനാഭൻ്റെ അമ്പലം ആ ശ്രീലകം തുറന്നിട്ട് നരസിംഹമൂർത്തിയുടെ തൊട്ടപ്പുറത്തുള്ളത് ആ നരസിംഹമൂർത്തിയുടെ ശ്രീലകം തുറക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കടന്നതും ഇതാ രാജാവ് വരണു. ഇന്നെന്താ രാജാവ് ഇത്ര നേരത്തെ? രാവിലത്തെ ഉഷപൂജയൊക്കെ കഴിഞ്ഞ് ഉച്ചപൂജയുടെ മുമ്പേ വരാറുള്ളൂ. ഇന്നിപ്പോൾ എന്താ രാജാവ് നേരത്തെ? പരിവാരമൊന്നുമില്ലല്ലോ. ഓടി വരണു.
തന്നെ കണ്ടു നടിക്കാണ്ട് അങ്ങനെ സ്വാതിരുന്നാൾ മഹാരാജാവ് തുറക്കാത്ത ശ്രീലകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി ഇത്രേ. നരസിംഹമൂർത്തിയുടെ ആ ശ്രീലകത്തിലേക്ക് പത്മനാഭന ആ സ്വാതിരുന്നാൾ മഹാരാജാവ് അങ്ങോട്ട് കയറിപ്പോയി എന്നാണ്. ഇതുകൊണ്ട് കണ്ടു നിൽക്കാം ആ മേശാന്തി വേഗം മണി അടിച്ച് തുറന്നു, കണ്ണീരൊഴുക്കിയിട്ട്. അപ്പോഴേക്കും എന്താ പിന്നാലെ കേട്ടു സ്വാതിരുന്നാൾ മഹാരാജാവ് കഴിഞ്ഞു ഇത്രയെന്ന്. അപ്പം നോക്കി നോക്കൂ, വിശ്വാസം ദൃഢമാക്കി അവസാനം നരസിംഹമൂർത്തി കൊണ്ടുപോയി. അദ്ദേഹം പാടിയതാ, അദ്ദേഹം പാടിയ പാട്ടാത്. വരദ പാണ്ഡവേയൻ ഉദ്ധവൻ ആദികൾ എത്ര ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോയി. ആ അനുഭൂതിയിലേക്ക് എത്ര ആൾ നടന്ന് നീങ്ങി. എന്നെയും അങ്ങോട്ട് കൊണ്ടുപോകണല്ലേ. കൊണ്ടുപോകൂ വേഗമെന്നെ കൊണ്ടൽ വർണ്ണ ഭവൽപദ ചെണ്ടലരിൽ മധുണ്ണും വണ്ടാക്കി മാറ്റൂ. ആ ഒരു കൊതി അത് എത്ര ഹൃദയത്തിൽ ദൃഢമായിട്ടുണ്ടാവും സ്വാതിരുന്നാൾ മഹാരാജാവിൻ്റെ എന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ കൊതി ദൃഢമായി ഭക്തി നിറഞ്ഞ് ഭഗവാൻ കൊണ്ടുവരാൻ വന്നു. ആരും അറിഞ്ഞില്ല. ഇല്ലെങ്കിൽ പോക്കുണ്ടല്ലോ, ഇതാ പൂവാറായി, ഇനി 300 ശ്വാസമാവും. ഇനി 100 ശ്വാസമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ആയുർവേദം പഠിച്ചിട്ടുള്ളവർക്കറിയാം. അവസാനത്തെ ശ്വാസം വലിക്കുമ്പോൾ എണ്ണാനറിയും. ഇനി 10 ഉണ്ടാവുള്ളൂ, നിലത്തിറക്കി കിടത്താം എന്ന് പറയും. മരണം നിലത്തിൽ വേണം, പുല്ല് വിരിച്ചോളൂ. അങ്ങനെ ഇനി സഹസ്രനാമം തുടങ്ങാൻ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും. ആ സഹസ്രനാമം കഴിയുമ്പോഴേക്കും ആത്മയോനി സ്വയം ജാതം എന്ന് പറയുമ്പോഴേക്കും ആ 3ാമത്തെ ശ്വാസം കൂടി അങ്ങോട്ട് വലിച്ച് പിന്നെ ശ്വാസമില്ല. ആയുർവേദ പ്രകാരം കൃത്യമായിട്ട് ആ മരണത്തിൻ്റെ ശ്വാസമായിട്ട് കണക്കാക്കാൻ പറ്റും. എന്നാൽ അതൊക്കെ കൃഷ്ണാവതാര ലീലകളിലൂടെ നമുക്ക് ശാസ്ത്രമൊക്കെ അങ്ങനെ സകല ശാസ്ത്രത്തെയും വിട്ട് ആരും അറിയാണ്ട് കൊണ്ടുപോകും നമ്മളെ. അതാണ് നരസിംഹാവതാരം. ആ അനുഭൂതിയിലേക്ക് നമ്മളറിയാണ്ട് കൊണ്ടുപോയി എത്തിക്കുന്ന അത്യത്ഭുതമായ രൂപം, അതാണ് ലോകായ ചാനുഗ്രഹം. ലോകത്തിനുള്ള നരസിംഹമൂർത്തി നമുക്ക് തരുന്ന അനുഗ്രഹത. നമ്മളറിയാണ്ട് നമ്മളെ, ലോകമറിയാണ്ട് നമ്മുടെ ഉള്ളിൽ ശരീരത്തിൽ വേദന അറിയാതെ മുള്ളുകൊണ്ട് മുള്ളിനെ എടുക്കണില്ലേ, അതാണ് നരസിംഹാവതാര കഥ. നരസിംഹാവതാര കഥയാകുന്ന മുള്ളുകൊണ്ട് ഈ സംസാരമാകുന്ന നമ്മുടെ മുള്ള് അത് നമ്മളറിയാണ്ട് നമ്മളിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോകുന്ന നരസിംഹമൂർത്തി. അതിനുവേണ്ടി അത്യത്ഭുതമായ ആ രൂപം ധ്യാനിക്കുക, അത്യത്ഭുതമായ ആ പ്രഭാവം ധ്യാനിക്കുക. ആ പ്രഭാവം ഏവം നാടിത രൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിധശ്രുത്യ അന്തസ്ഫുടഗീത സർവമഹിമൻ. ഉത്തരതാപന്യ ഉപനിഷത്ത്, പൂർവതാപനി ഉപനിഷത്ത്, നൃസിംഹ ഷഡ്ചക്രോപനിഷത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉപനിഷത്തുകൾ പലതുണ്ട്. അതിൽ ഭട്ടതിരി പറയുന്നു ഈ താപന്യ ഉപനിഷത്ത് വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. അതിൽ ഭഗവാന്റെ ഇതേ പറയാനുള്ളൂ. ഈ സാധാരണ വായിച്ച് രസിക്കാനുള്ള ലീലകളൊന്നുമല്ല അതിൽ പറയണത്. താപന്യ ഉപനിഷത്തിൽ ആ ഒരേ ഒരു ഭാവം നമുക്ക് വേറൊന്നും വേണ്ട നമുക്ക് തോന്നുന്നുണ്ടോ, അവിടെയാണ് നരസിംഹമൂർത്തി നമ്മളിലുള്ളിൽ അവതരിക്കണത് എന്നാണ്. ആ നരസിംഹമൂർത്തിയുടെ അവതാരവും വായിച്ചു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള നാരായണാഖില ഗുരോ എന്നൊരു വിളി, ആ വിളിച്ചപ്പോൾ ഭഗവാൻ ഓടി വന്ന കഥ. ഇങ്ങനെ കഥകൾ ഒന്ന് വിളിക്കാൻ തോന്നണം. പല കഥകളും ഒരു വിളിക്കുമ്പോൾ നമുക്കങ്ങോട്ട് ആ കഥകളിലൂടെ മനസ്സങ്ങോട്ട് ഓടണം. വേറൊന്നിലും ഇല്ലാതെ, വേറൊന്നിലേക്കും മനസ്സോടാതെ ആ ഗജേന്ദ്രനായി മാറണം. ഇങ്ങനെ ആ കഥകളിൽ അങ്ങോട്ട് മുഴുകാൻ നമ്മുടെ ഹൃദയത്തിനെ പഠിപ്പിച്ചുകൊണ്ടേ വളരണം നമ്മൾ. അതാണ് നരസിംഹം അവതാരം. നമ്മളറിയാണ്ട് നമ്മുടെ ഉള്ളിൽ ആ ഒരു ഭാവം അങ്ങനെ ഉണ്ടാക്കി തരട്ടെ. അതിന് ഭദ്രകാളി, നരസിംഹ അവതാരത്തിൻ്റെ വേറൊരു രൂപമാണ് ഭദ്രകാളി അവതാരം. തിരുമാന്താംകുന്നിലെ അമ്മയുടെ അവതാരം. ഭരതയോഗീശ്വരനെ പോലും നിർവൃതി, ഭരതയോഗീശ്വരൻ്റെ പ്രഭാവത്തിൽ നിർവൃതി കൊണ്ട ഭദ്രകാളിയാണ്.
ഇതിനൊന്നും യുക്തിയില്ല. ഇതൊന്നൊക്കെ സൗകുമാര്യം തരണതല്ല, അതിഭീകരണ തരുന്നതിലും നമുക്കിത് ആ ഭഗവാനെ തേടാൻ കഴിയും, ഭഗവാനെ കണ്ടെത്താൻ കഴിയും, ഭഗവാന്റെ അനുഭവം നമുക്ക് നുകരാൻ കഴിയും എന്നുള്ളത് നരസിംഹാവതാരം ഭഗവാൻ എന്തൊക്കെയോ തോന്നിപ്പിച്ചു, ഭഗവതി എന്തൊക്കെയോ തോന്നിപ്പിച്ചു, എന്തൊക്കെയോ പറഞ്ഞു. ഇതെന്നൊക്കെ ആ ഭഗവാനെ ഹൃദയത്തിൽ കെട്ടിപ്പിടിച്ച് എത്രയെത്രയോ ദിവ്യാത്മാക്കൾ ഇന്നല്ല എത്രയോ കാലമായിട്ട് ഇങ്ങനെയുള്ള വേദികളിലും തടിച്ചുകൂടുന്നു, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലും തടിച്ചുകൂടുന്നു, ഇങ്ങനെയുള്ള ഭാരതഭൂമിയിലും അവർ ജന്മെടുത്തിട്ട് സുഹൃതം അനുഭവിച്ചും കൊണ്ട് അവരുടേതായ പന്താവിലൂടെ മുന്നേറുന്നു. അവരെയൊക്കെ മനസ്സ് സ്മരിക്കുക, അവരെയൊക്കെ ഒന്ന് മഹാത്മാക്കളെ അങ്ങനെയാണല്ലോ, മഹാത്മാക്കളെ കണ്ടാൽ മതി, അവരെ ഒന്ന് സ്പർശ ദർശനാൽ പൂതാന്ന മത്ഭക്ത സ്പർശ ദർശനാൽ പൂത എന്നാണ് ദേവി ഭാഗവതം പറയണത്. ഭക്തിയുള്ളവരെ കണ്ടാൽ മതി, ഭക്തിയുള്ളവരെ ഒന്ന് തൊട്ടാൽ മതി, അത്ര മഹത്വമാണ് ഭക്തിയുടെ. അപ്പോൾ പാകി പാകി മാം പരമകൃപാലോ ദേഹി മേ ത്വയി ദേവ സുഭക്തി പാകി പാകി മാം പരമകൃപാലോ. പരമകൃപാലുവായിട്ടുള്ള ഭഗവാനെ ഭക്തി മാത്രം തരൂ, സുഭക്തി മാത്രം തരൂ എന്ന് കൃഷ്ണലീലാ തരംഗിണി എഴുതി വെച്ച നാരായണ തീർത്ഥർ പാടിയ പാട്ടാണത്. ഇങ്ങനെ എത്ര എത്ര നാരായണ തീർത്ഥന്മാർ, ശിവതീർത്ഥന്മാർ, ഭദ്രകാളി തീർത്ഥന്മാർ, നരസിംഹ തീർത്ഥന്മാർ, കൃഷ്ണതീർത്ഥന്മാർ, അനവധി തീർത്ഥന്മാർ വാണ ഭൂമിയിൽ ഒരു ജന്മം തന്നില്ലേ നമുക്ക്, അതും ഒരു മനുഷ്യനായിട്ട് തന്നില്ലേ. ഇതിലപ്പുറം ഭാഗ്യം എന്തെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാണ്ടോ? ഇതിലപ്പുറം എന്തെങ്കിലും ഇനി ഭാഗ്യസൂക്തം ചൊല്ലിയിട്ട് എന്തെങ്കിലും നമുക്ക് നേടാണ്ടോ? നമുക്കൊന്നും നേടാനില്ല. ആ ഭഗവാന്റെ നിർവൃതി അനുഭവിക്കുക. അതിന് നിങ്ങൾക്കൊക്കെ ഭാഗ്യം തന്നുവല്ലോ. തിരുമാന്താംകുന്നിൽ അമ്മ അതെല്ലാവർക്കും വേണ്ടുവോളം ഇന്ന് വൈകുന്നേരം വരെ അനുവദിച്ച സമയം മുഴുവൻ വേണ്ട പോലെ ആ ഭഗവത് അനുഭൂതി നുകരാൻ സാധിക്കട്ടെ അമ്മേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃഷ്ണാവതാര ഭഗവാന്റെ പാദങ്ങളിൽ സർവാത്മന സമർപ്പിച്ച് എല്ലാവരുടെയും മുന്നിൽ നിന്ന് സുഹൃതികളായിട്ടുള്ള നിങ്ങളുടെ മുഴുവൻ അനുഗ്രഹാശിസ്സുകളെ ഏറ്റുവാങ്ങിയിട്ട് ഇത് വിട വാങ്ങുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹര ഹര നമ പാർവതീപതയേ സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ